അറിഞ്ഞില്ലേ? നമ്മളെ പാട്ടുകാരൻ വേടനെ ജാതി അധിക്ഷേപം നടത്തി, അല്ലെങ്കിൽ വേടനെ ഇന്ന് ക്ഷേത്രങ്ങളിൽ പാടാൻ കയറ്റില്ല എന്നുള്ള രീതിയിലൊക്കെ നമ്മുടെ അണ്ണന്മാർ വിളിച്ചു പറഞ്ഞ് കേസിലൊക്കെ പ്രതിയായിരിക്കുകയാണ്. അതായത് പാകിസ്ഥാനിൽ പോയി യുദ്ധം നടത്തി വിജയിച്ചു വന്ന സ്ത്രീ വനിതയായിപ്പോയി എന്ന് പറഞ്ഞ് മന്ത്രിമാരടക്കമുള്ള സമൂഹത്തിലെ ഉന്നതന്മാരായിട്ടുള്ളവർ ജാതി വിവേചനം വിളിച്ചു പറഞ്ഞ്, ജാതിപരമായിട്ട് അധിക്ഷേപങ്ങൾ വിളിച്ചു പറഞ്ഞ് കോടതി ഇടപെട്ട് വളരെ സീരിയസ് ആയിട്ടുള്ള അലിഗേഷനാണെന്ന് പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ കേസെടുക്കുക ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ കേരളത്തിൽ വേടൻ താഴ്ന്ന ജാതിക്കാരനാണ് എന്നുള്ള രീതിയിൽ അവനെ ക്ഷേത്രങ്ങളിൽ പാടാൻ അനുവദിക്കരുത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ജാതിപരമായിട്ട് വേർതിരിവോടുകൂടെ സംസാരിച്ചതിൻ്റെ പേരിൽ ഇവിടുത്തെ ചില മാന്യന്മാരായിട്ടുള്ള അണ്ണന്മാരുടെ പേരിൽ കേസൊക്കെ പോലീസ് എടുത്തിരിക്കുകയാണ്. അപ്പം കേരളത്തിലും കേന്ദ്രത്തിലും ഇന്ത്യയിലും ഇന്നും താഴ്ന്നവനും ഉയർന്നവനും, ഉയർന്ന ജാതിക്കാരനും താഴ്ന്ന ജാതിക്കാരനും, വെളുത്തവനും കറുത്തവനും, മുസ്ലിമും ഹിന്ദു, കുറിയിട്ടവനും കുറിയിടാത്തവനും, പൊട്ടിട്ടവനും പൊട്ടിടാത്തവനും, വസ്ത്രത്തിൻ്റെയും നിറത്തിൻ്റെയും ജാതിയുടെയും മതത്തിൻ്റെയൊക്കെ പേരിലുള്ള വേർതിരിവുകൾ ഇന്ന് നിലനിൽക്കുന്നു എന്നുള്ളതാണ്. അപ്പം രാജ്യത്തിൻ്റെ യശസ് ഉയർത്തിക്കൊണ്ട് സ്വന്തം ജീവൻ പോലും പണയം വെച്ചുകൊണ്ട് വിദേശ രാജ്യത്ത് അല്ലെങ്കിൽ ശത്രു രാജ്യത്ത് പോയി ഫൈറ്റ് ചെയ്ത് വിജയിച്ച് വന്ന ധീരയായിട്ടുള്ള വനിതയെ ജാതി പേര് പറഞ്ഞ് അവഹേളിക്കുന്ന രീതിയിലേക്ക് സമൂഹം പോയിട്ടുണ്ട് എങ്കിൽ, അല്ലെങ്കിൽ കലാകാരനായിട്ടുള്ള ഒരു പാട്ടുകാരൻ അദ്ദേഹത്തിൻ്റെ വാക്കുകളും പാട്ടുകളും സമൂഹത്തിൽ സമൂലമായിട്ടുള്ള മാറ്റം വരുത്തുന്നതിന് വേണ്ടി പോരാട്ടങ്ങളായിട്ടുള്ള പാട്ടുകളാണ് വേടൻ്റെ പാട്ടുകൾ. അപ്പോൾ വേടൻ ഏത് ജാതിക്കാരനാണ്, അവൻ്റെ നിറം എന്താണ്, അവൻ ഏത് വസ്ത്രമാണ് ധരിക്കുന്നത്, എന്താണ് തിന്നുന്നത് എന്നുള്ള രീതിയിലേക്ക് തരം താഴ്ന്ന രീതിയിൽ, വേർതിരിവ് ഉണ്ടാക്കുന്ന രീതിയിൽ ജാതി വിവേചനം വെച്ചുകൊണ്ട് സംസാരിച്ച് ഉന്നതന്മാരായിട്ടുള്ള മാന്യന്മാരുടെ പേരിൽ കേസ് പോലും ഉണ്ടായിരിക്കുന്നു. അത് നമ്മുടെ കൊച്ചു കേരളത്തിൽ നിന്നെന്ന് പറയുമ്പോൾ നാമെല്ലാം നാണിക്കുന്നു എന്ന് മാത്രമല്ല, ഇവനെയൊക്കെ ചാട്ടവാറ് കൊണ്ട് തലകുത്തക്കിനെ കെട്ടിത്തൂക്കി അടിക്കണമെന്നാണ്. അപ്പോൾ കേരളത്തിലും ഈ അണ്ണന്മാരുടെ മനസ്സിലെല്ലാം ഉച്ചനീതിത്വങ്ങൾ, ജാതി വിവേചനം എല്ലാം മനസ്സിൽ ഒളിപ്പിച്ച് നടക്കുന്നു എന്നുള്ളതാണ് അത് വ്യക്തമാക്കുന്നത്. അവൻ വലിയ പാട്ടുകാരനായി ഫേമസ് ആകുന്നത് അംഗീകരിക്കാൻ കഴിയാതെ, അത് മനസ്സിൽ ഉൾക്കൊള്ളാൻ കഴിയാതെ, അവൻ ഇന്ന ജാതിയിൽപ്പെട്ടവനാണെന്നുള്ള അത് ഉള്ളിൽ വെച്ച് ഇടയ്ക്കിടയ്ക്ക് അതിങ്ങനെ പൊട്ടി പുറത്തു വരികയാണ്. എന്തായാലും സുരേഷ് ഗോപി അറിയാത്തത് നല്ലത്, അവൻ കേൾക്കാത്തത് നല്ലത്, അവൻ വാ തുറക്കാത്തത് നല്ലത്. തുറന്നിരുന്നുവെങ്കിൽ ഇതിലും വലിയ ചെളി വെളിയിൽ പുറത്ത് വരുമായിരുന്നു. അത് ആ പാർട്ടിക്ക് തന്നെ നാണക്കേടാകുമായിരുന്നു.